welcome back to my YouTube channel. Hi guys, we are going to Aisha's Tuniyadikal. Aisha is looking sad because Aisha is not beautiful. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാമല്ലേ. അങ്ങനെ പ്രാർത്ഥനയും സ്തുതി കൊടുപ്പൊക്കെ കഴിഞ്ഞിട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ വീഡിയോയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട്. ഫാമിലി മെമ്പേഴ്സ് ആകാൻ പോകുന്ന ആൾക്കാരെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒന്നും മനസ്സിലായിട്ടില്ലല്ലേ, പറഞ്ഞുതരാം. എൻ്റെ സിസ്റ്ററിലോനെ റിസീവ് ചെയ്യാനാണോ ഇത്രയും പേര് കേട്ടോ. ഇതെല്ലാം ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണ്. ഞാൻ പറഞ്ഞ പ്രത്യേകതയുണ്ടെന്ന്, എല്ലാവരും തമ്മിൽ കാണുന്ന ആദ്യമായിട്ടാണ്. ഈ വോയിസ് ഓവർ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര സൗണ്ടാണ്, എയർപോർട്ടും കൂടെ അല്ലേ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒത്തിരി പേര് സംസാരിക്കുന്നുണ്ട്, അതേപോലെ വണ്ടിയുടെ ഒച്ചയുണ്ട്. ഇതൊക്കെ കാരണം കേട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക്. ഈ തമ്മിൽ ആദ്യമായിട്ട് കാണുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം, മുഖത്തുള്ള സന്തോഷം നമുക്ക് കാണാൻ പറ്റുമല്ലേ. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം ഈ വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ ലോങ് വെയിറ്റിങ്ങിന് ഒരു വിരാമമായിരിക്കുന്നു. അങ്ങനെ ഐഷു ആഫ്റ്റർ ലോങ് 1 year കഴിഞ്ഞിട്ട് ഐഷു നാട്ടിലെത്തി. ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് കേട്ടില്ലേ, നല്ല ബോറാണ്. നല്ല ഹോണടിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഉറക്കത്തിൽ തന്നെ ഇട്ടിട്ട് ഇന്ന് വ്ലോഗ് അപ്ലോഡ് ചെയ്യും എന്നൊരു ഉദ്ദേശത്തോടെ എണീക്കും. പക്ഷെ എന്താണെന്നറിയില്ല, ഇരുന്നിരുന്ന് വേര് മുളച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. രണ്ടും കൽപ്പിച്ച് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നതും എങ്ങനെയെങ്കിലും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ വിച്ചു പിടിച്ച് പോയത് എങ്ങോട്ടാണെന്നറിയോ? എയർപോർട്ടിൽ ഞങ്ങൾ നേരെ വന്നത് ഇൻകം ടാക്സ് ഗസ്റ്റ് ഹൗസിലാണ്. ഞങ്ങൾ 2 ദിവസം അവിടെ സ്റ്റേ അടിച്ചായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഷോപ്പിംഗ് ഓൾമോസ്റ്റ് തീർന്നായിരുന്നു. ഐശ്വര്യയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഐശ്വര്യയുടെ മന്ത്രകൊടി സാരിയും അതേപോലെ ജ്വല്ലറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഐശ്വര്യയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതും. അങ്ങനെ ഐശ്വര്യയും കൂട്ടി ഞങ്ങൾ നേരെ പോയത് ഷീമാട്ടിയിലേക്കാണ്. Hi guys, we are going to Aisha's Tuniyadikal. Aisha is looking sad because Aisha is not beautiful. മാമ ലാപ്ടോപ്പും കണ്ടിരിക്കാണ്, പക്ഷേ ഇത് ഓണാക്കാൻ പോലെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. വലിയ IT പ്രൊഫഷണലാണ്. അഞ്ജു ചേച്ചിയാണ് യൂട്യൂബ് ചാനൽ. അഞ്ജു ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ് ചെയ്യുക. Papa and Papu sitting together. Jedi is driving. Back camera. So we are going guys. Bye bye. കല്യാണം മന്ത്രകോടി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ഷീമാട്ടി തന്നെയാണ്. എൻ്റെ മന്ത്രകോടി സാരി എടുത്തതും ഷീമാട്ടി തന്നെയായിരുന്നു. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇല്ല, ഇത് നല്ലതല്ലേ, ആ ബോർഡറും എല്ലാം സെറ്റാണ്. അല്ലല്ല, ഇങ്ങനെ വരുന്നതാ നല്ലത്. ഇങ്ങനെ വരുന്നതാ നല്ലത്. ഇതാരാ, എന്ത് പരിപാടി? ഞങ്ങൾ കുറച്ചുകൂടി കളക്ഷൻസ് നോക്കാനായിട്ട് വേറൊരു ഫ്ലോറിലേക്ക് വന്നു. പിന്നെയാണ് അറിഞ്ഞത് ഇവിടെ വീഡിയോസ് അലൗഡ് അല്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ആ ഒരു വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇത് വെഡ്ഡിങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു ഫ്ലോറും കൂടെ ആയിരുന്നു കേട്ടോ. അടിപൊളി കളക്ഷൻസാണ് കേട്ടോ ഇവിടെ. അതേപോലെ കുറേ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഡിസൈൻ ചെയ്തതൊക്കെ. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. എന്നാലും ഒരു എക്സ്പ്രഷൻ വന്നില്ലെന്നേ, ആദ്യത്തെ എക്സ്പ്രഷൻ വന്നില്ല. ഇത് ഐശ്വര്യയുടെ സിസ്റ്റർ ഇൻ ലോ കൊടുത്തു വിട്ട ഗിഫ്റ്റായിരുന്നു കേട്ടോ.
സത്യത്തിൽ ഓൾറെഡി ഐശ്വര്യ ആ ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഐശ്വര്യ ഓപ്പൺ ചെയ്തതായിരുന്നേ. അങ്ങനെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാം സെറ്റായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സാരിയും സെലക്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്ലോറിൽ വീഡിയോസ് അലൗഡ് ഒട്ടും അല്ലായിരുന്നു. ഞങ്ങളിത് കൺഫേം ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു സാരിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയത്. ലിയാമിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകുന്നതും ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മടുക്കുമെന്ന് അറിയില്ല. എന്നാലും ഇപ്പോൾ അവൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി കച്ച കൊടുക്കാനുള്ള ഒരു സാരി സെലക്ട് ചെയ്യാണ്. എന്താണ് കച്ച എന്ന് ചോദിച്ചാൽ അമ്മായിയമ്മയ്ക്ക് മരുമകൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അത് കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് ചെറുക്കൻ കൊടുക്കുന്ന ഗിഫ്റ്റാണ് കേട്ടോ. അപ്പം ഇതിന് മമ്മിക്ക് ഇഷ്ടമുള്ള ഒരു സാരി സെലക്ട് ചെയ്തു. സത്യത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല മമ്മി ഏത് സാരിയാണ് സെലക്ട് ചെയ്തതെന്ന്. അടുത്തായിട്ട് ഐശ്വര്യ ഇപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാരി സെക്കൻഡ് സാരി ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇതല്ല, ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് എടുത്തത്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സാരി തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചുരിദാറോ അങ്ങനെ എന്തായാലും മതി. അപ്പോൾ ഐശ്വര്യ ചൂസ് ചെയ്ത സാരിയായിരുന്നു. 3 മണി എന്തോ ആയി. ആ സാരി ഷോപ്പിങ്ങുകളെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്യുകയാണിപ്പം. അടുത്തത് ഞങ്ങൾ ആലുക്കാസിൽ വന്നേക്കാണ് വെഡ്ഡിങ് റിങ്ങും അതേപോലെ താലിയും സെലക്ട് ചെയ്യാനായിട്ട്. അതൊക്കെ സെലക്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇതങ്ങനെ ഇത് തന്നെ, ഇത് ബെറ്റർ. അതാകുമ്പം ഒരു ലെയർ. ഇപ്പം ആലോചിക്കുമ്പോൾ ഞാനും എൻ്റെ കല്ല് എടുത്തിട്ട് ഇതേപോലെ എടുത്താൽ മതിയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് വിനീതിനുള്ള സ്യൂട്ട് എടുക്കാനായിരുന്നു. ഇത്രയും കലാപരിപാടികൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ടയേർഡായി. എല്ലാവരും ഓരോ മൂലയിൽ പോയിരിക്കാൻ തുടങ്ങി. അങ്ങനെ സ്യൂട്ടൊക്കെ കൺഫേം ചെയ്ത് ഞങ്ങൾ പല വഴിക്ക് പിരിഞ്ഞു. അങ്ങനെ കല്യാണത്തിനുള്ള മെയിൻ ഷോപ്പിങ്ങുകളെല്ലാം ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഐഷ്, ഗുഡ് മോർണിംഗ്. ഡേ 2 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ റോസ് സ്റ്റോറിയിൽ നിന്നായിരുന്നു. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഐശ്വര്യയുടെ ഗൗണിൻ്റെ ഫസ്റ്റ് ട്രയലിനാണ്. എല്ലാ ബ്രൈഡ്സിൻ്റെയും ഡ്രീമാണല്ലേ അവരുടെ ബിഗ് ഡേ എങ്ങനെ പോകണം, അവരെ എല്ലാവരും എങ്ങനെ കാണണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാണ്. ഒരു 2 ആഴ്ച കിട്ടിയാൽ ഞങ്ങൾ ഓടാൻ തുടങ്ങുന്നതിന്. ഇനി ഞങ്ങൾക്ക് ആരുടെ സഹായം വേണ്ട. അങ്ങനെ ഐശ്വര്യ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞങ്ങൾ ആ ഒരു ഡേയ്ക്കും ബൈ ബൈ പറഞ്ഞു. പിന്നെ ഈവനിങ് തീർന്നിട്ടില്ല കേട്ടോ. സെയിം ഡേ ഈവനിങ് എറണാകുളത്ത് നേരെ കോട്ടയം വന്നു. അവിടെ നിന്ന് കയ്യോടെ ഞങ്ങൾ സിൽക്ക് റോഡിൽ വന്ന് ഐശ്വര്യയുടെ മധുരം വെപ്പിൻ്റെയും എൻഗേജ്മെൻറ്റ് ഡ്രസ്സും ഡിസൈൻ ചെയ്തതും അതേപോലെ സ്റ്റിച്ച് ചെയ്തതും എല്ലാം ഇവിടെ നിന്നായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെയും ഫസ്റ്റ് ട്രയലിന് വന്നേക്കുവാണ്. എല്ലാം ഷടപടയെന്ന് ട്രയൽ ചെയ്ത് നോക്കി എന്തെങ്കിലും ഓൾട്രേഷനൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ ആ ഒരു ദിവസത്തിനോട് ഞങ്ങൾ ടോട്ടലി ടാറ്റ ബൈ ബൈ പറഞ്ഞു. അങ്ങനെ ഡേ 3 ഞങ്ങൾ ജോസ്കോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഗോൾഡ് എടുക്കാനാണ് വന്നിരിക്കുന്നത്. മെയിൻ ഗോൾഡ് അല്ല ഞങ്ങൾ എടുത്തത് ഇവിടെ നിന്നാണ് കേട്ടോ. ഈ വീഡിയോസ് എല്ലാം ഒറ്റ വീഡിയോ ആയിട്ട് ഇടണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഒറ്റ വീഡിയോ ആയിട്ട് കുറേ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് അവസാനം ഞാനൊരു ചെറിയ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. ഈ ജോസ്കോയിലെ ചേട്ടന്മാരുണ്ടല്ലോ നല്ല അടിപൊളി സർവീസായിരുന്നു കേട്ടോ. അവർ നന്നായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഏതൊക്കെ ഡിസൈൻ ചോക്കേഴ്സൊക്കെയാണ് ഏതിൻ്റെ കൂടെ പോകുന്നതെന്നുള്ളത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണിക്കുന്നത് വളരെ കുറച്ചാണ്, കുറേ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു 1 ഡേ ഓൾമോസ്റ്റ് ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ ഇരുന്നത്. രാവിലെ ഒരു 9 o'clock വന്ന് ഞങ്ങൾ തിരിച്ച് 4 o'clock 5 റേഞ്ചായി.
ലിയാമിന് ഇത്രയും സൗണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ദിവസം ഇതായിരുന്നു കേട്ടോ. ആ ജോസ്കോ അവൻ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ കൂകലുകാരൻ. അപ്പോൾ 3 days ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ കട്ട് ഷോട്ട് ചെയ്ത് 10 minutes ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ കല്യാണ ഷോപ്പിംഗ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.